4 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു, 3 തവണ വിജയിച്ചു. 8 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, അതിലും 3 തവണ വിജയിച്ചു. 12 തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തു. അതിൽ 2 തവണ ജനതാ പാർട്ടിയാണെന്ന് പറയാം. ബാക്കിയുള്ള 8 തവണ 12 തവണ മൊത്തം മത്സരിക്കാൻ അവസരം കൊടുത്തു. 8 തവണ നിയമസഭയിലേക്ക്, അതിൽ 5 തവണയും മത്സരിച്ചത് കോൺഗ്രസ് പാർട്ടി, 6 തവണയും മത്സരിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. എന്നിട്ടും സുധാകരൻ എന്തുകൊണ്ടാണ് ഈ മത്സരത്തിനുള്ള ഭ്രമം? ഇതാണ് ജി സുധാകരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ജി സുധാകരൻ 7 തവണ നിയമസഭയിൽ മത്സരിച്ചയാളാണ്. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന പരമാവധി സീറ്റുകൾ നോക്കൂ, ഞാൻ എണ്ണി നോക്കിയപ്പോൾ അദ്ദേഹത്തിനും വി എസിനും തമ്മിൽ 1-2 സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പിണറായി വിജയനും അദ്ദേഹവും തമ്മിൽ നോക്കിയാൽ ഇദ്ദേഹമാണ് നിയമസഭാ സീറ്റുകളിൽ മത്സരിച്ചതിൽ മുന്നിട്ട് നിൽക്കുന്നത്. പാലുള്ളി മുഹമ്മദ് കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ അത്ര, ജി സുധാകരൻ അത്ര പോലും മത്സരിച്ചിട്ടില്ല. ഇവിടെയാണ് 2 സുധാകരന്മാരെ സംബന്ധിച്ചും മത്സരിച്ച് അധികാരത്തിലെത്തുക എന്നൊരാഗ്രഹം ഈ കാലത്തുണ്ടാവുന്നത്. അതിനുള്ള ചേതോവികാരം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാചകമാണ്, അതൊരു പാർലമെന്ററി വ്യാമോഹമാണ്. അത് കെ സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിനകത്തൊരു പിണറായി വിരുദ്ധത കൂടെയുണ്ട്. പിണറായി വൈരാഗ്യമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇപ്പോൾ നയിക്കുന്ന ഒരു സിംഗിൾ പൊളിറ്റിക്കൽ ഫാക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ CPM-മാരും അല്ല, പിണറായി വിജയനെ ഒരു ദിവസമെങ്കിലും ജയിലിനുള്ളിൽ കിടത്താൻ കഴിയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാവുക എന്ന വളരെ സിമ്പിൾ ലോജിക്കിലേക്ക് കെ സുധാകരൻ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വാശിയോട് പറയുന്നത്. 3 തവണ അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കും എന്ന് 3 തവണ നമ്മുടെ ബൈറ്റിൽ പറയുന്നത് നമ്മൾ കേട്ടു. 101% ഞാൻ മത്സരിക്കുമെന്ന് പറയുന്നു. കാര്യം അദ്ദേഹത്തിനറിയാം ഇക്കുറി എത്തിയാൽ അദ്ദേഹം കൊതിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ഒരു ദിവസമെങ്കിലും വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ പിണറായി വിജയനെയോ പെടുത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. സ്വാഭാവികമാണ്. പഴയ ബ്രണ്ണൻ കോളേജിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോഴും ആ പഴയ ഫുട്ബോളിലെ സ്റ്റോപ്പ് ബാക്ക് കീപ്പറായ പഴയ സുധാകരനിൽ നിന്ന് സുധാകരൻ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്, അതിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.